അയ്യോ പോയേ ബ്രോ അയ്യോ പോയേ നീ പക പോക്കാണല്ലോടാ. പക അത് വീട്ടാനുള്ളതല്ലേ അളിയാ. ഇന്നലെ ഞങ്ങളെ പുച്ഛിച്ചപ്പോ നീ ഓർത്തില്ല, കളി തോൽക്കാനും ടൂർണമെന്റിൽ നിന്ന് ഔട്ടാവാനും ഒരു ടീം നിങ്ങൾക്കുണ്ടെന്ന്. ശവത്തി കുത്തല്ല അളിയാ, ഇന്നലെ പറ്റിപ്പോയി. ഐ എം സോറി ഫോർ ദാറ്റ്. ഞാൻ കുത്തും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുത്തണ ആൾക്ക് എന്ത് യോഗ്യത ഉണ്ട്? നിങ്ങൾ ഔട്ടായതല്ലേ? ഓ, നീ ഇന്നലെ കളിയാക്കിയപ്പോ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു? ഇന്നലെ ഞങ്ങൾ നിങ്ങളെ കളിയാക്കുമ്പോൾ ഞങ്ങൾ സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായിട്ടുണ്ടായില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അത് തന്നെ ഡിഫറൻസ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കളി തോറ്റ കളിയാക്കും, അതാണ് ഇവിടുത്തെ നിയമം. കളിയാക്കിക്കോ, ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് ബാക്കിയുള്ളവർ നന്നാക്കാൻ വാ. നിന്റെ പോലെ സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായ ടീം മാത്രമല്ല ഞങ്ങള്, ISL ഞങ്ങള് ടേബിൾ ടോപ്പാ. എന്റെ പൊന്നോ, കുറെ നാളായില്ലേ ഈ ടേബിൾ ടോപ്പും പൊക്കി പിടിച്ചോണ്ട് നടക്കണ്, എന്നിട്ട് സൂപ്പർ കപ്പിൽ വന്നപ്പോ ഔട്ടായില്ലേ? എന്താടാ പറയും, കഷ്ടപ്പെട്ട് കിട്ടിയത് തന്നെയാ, ഞങ്ങൾ ഇനിയും പറയും. പറഞ്ഞോ, പക്ഷെ ഇത് സൂപ്പർ കപ്പ് സീരീസാ, ISL കാര്യങ്ങൾ ഇവിടെ പറയണ്ട. എന്നാ സൂപ്പർ കപ്പിന്റെ പറയാ. പറ. ബംഗളൂരു ഇന്നലെ മസനഗുഡി വഴി ഗോവയ്ക്ക് ഒരു യാത്ര പോയി, എന്നിട്ട് സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടായി. അത് ഓൾറെഡി കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇനി എന്തെടുത്ത് പറയാനുള്ളത്? എനിക്ക് ഇനിയും പറയണം, എനിക്ക് ഒന്നുകൂടി പറയാൻ തോന്നി, ഞാൻ പറയും. ഓഹോ, എന്നാ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് നാണം കെട്ട് ഔട്ടായി. എന്ത്? ഇത് നീ 3 ദിവസം മുമ്പ് പറഞ്ഞല്ലേ, പിന്നെ നിനിപ്പോ പറയണേ? ഓ, നിനക്കതാവാം, നമുക്കാവാൻ പാടില്ല. ആയിക്കോ, പറഞ്ഞോ, ഞങ്ങൾ തോറ്റു എന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് വിഷമമില്ല. പിന്നെ ഞങ്ങളുടെ തോൽവി, വെയിറ്റ് എ സെക്കൻഡ്, ഞങ്ങളുടെ ഫ്രാൻസിസിന്റെ എൻട്രി. 1-0 അതിഗംഭീര വിജയം. 90+4 ഭാഗ്യം കൊണ്ട് ഒരു ഗോൾ അടിച്ച് ജയിച്ചതാണ് അതിഗംഭീര വിജയം. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോ ആരെ ജയിച്ചേ? അത് നിങ്ങളാ. അപ്പൊ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടാട്ടാ. ഓ ശരി സാർ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഇവിടെ ഞങ്ങളെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ സൂപ്പർ കപ്പിൽ ഫൈനലിസ്റ്റ് യോഗ്യത നേടിയതാണെന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമമില്ല. അതില്ല അളിയ ഫ്രാൻസിസേ, ഇവന്റെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കണം. നീ ഇന്ന് ഇവന്റെ വായ അടപ്പിക്കണം. പ്ലാസ്റ്റർ ഒട്ടിച്ചാലോ? എടാ പൊട മണ്ട, തുണി തിരികെ കയറ്റാ. എടാ അങ്ങനെ വായടപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, നിങ്ങളല്ലേ ഇന്നലെ കളി ജയിച്ചേ, അപ്പൊ അത് പറഞ്ഞ അവന്റെ വായടപ്പിക്ക്. ഓ അങ്ങനെ, ഓക്കെ, ഞാൻ വായടപ്പിച്ചു തരാം, ഞാൻ അക്കാര്യം ഏറ്റു. ഗബ്രു, അളിയ എന്ന് കളിയില്ലല്ലേ? ഇല്ല. നാളെ നിങ്ങളുടെ കളിയല്ലേ? നാളെ ഞങ്ങളുടെ കളി ഉണ്ട്, മോഹൻ ബഗാന്റെ. ടഫ് മാച്ചാ, ജയിച്ചോളൂ. അതെ, പറയടാ. ഗബ്രു, ഇന്നലെ നിങ്ങൾ ജയിച്ചെങ്കിലും ഒഡീഷ ജയിച്ചത് കൊണ്ട് തന്നെ അടുത്ത കളി ഒഡീഷനെ തോൽപ്പിച്ചാലേ നിങ്ങൾക്ക് സെമി കയറാൻ പറ്റുള്ളൂ. അതെ, വളരെ കറക്റ്റ് ആണ്. അടുത്ത കളി എന്തായാലും ജയിക്കണം. സൂക്ഷിച്ച് കളിക്ക്, നമ്മുടെ ഒരു അഭിമാനമൊക്കെയാണ് നിങ്ങളുടെ ടീം. സൂക്ഷിച്ച് കളിക്കും, ഞങ്ങൾ കയറും, നീ നോക്കിക്കോ. എടാ അവൻ സംസാരിക്കുന്നത് കേട്ട് കണ്ട അവന് വായടപ്പിക്കടാ. പാവാടാ അവൻ, എന്തിനാടാ അവനെ കളിയാക്കാൻ? പറയടാ. ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ന് ഇന്ത്യ ജയിക്കും. ജയിച്ചാ ഇന്ത്യക്ക് കൊള്ളാം. ഞാനൊന്നും പറയണില്ലേ, കളി കഴിഞ്ഞ് കാണാം. ഓക്കെ, അതാ നല്ലത്.